പലപ്പോഴും നമ്മൾ കുറവുള്ളവരായി തീരുവാൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ നമ്മുടെ പേരൻസ് ആണ് നമ്മുടെ മക്കളുടെ ഒപ്പം പറയുക, അല്ലെങ്കിൽ മക്കൾ മിടുക്കരാണെങ്കിൽ അവരെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. നമ്മുടെ കുറവുകളെ നമ്മൾ കാണാതെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. കാരണം നമ്മൾ ഒരു വഴിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് കോൺഫിഡൻസ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും ഇതിന്റെ ആ വഴിയുടെ കുറവുകളെ നമുക്ക് അറിയുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ വേഗതയും ഒക്കെ ക്രമീകരിച്ച് വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ കുറവുകളെ തിരിച്ചറിയുക. എനിക്ക് തോന്നി എൻ്റെ കുറവുകൾ എന്ന് പറയുന്നത് ഞാൻ സോളജി പഠിച്ചിട്ട് മെഡിസിന് പോകാൻ വേണ്ടിയല്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഞാൻ നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നേടിയെടുക്കുന്നതാണ് എന്നുള്ള എൻ്റെ ഏതായിട്ടുള്ള കുറവുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ മെക്കാനിക്കൽ പരിപാടി, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ടയർ മാറാനാണ്, അല്ലെങ്കിൽ ഒരു ബൾബ് മാറ്റാനാണ്, ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഫ്യൂസ് കെട്ടാനാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ടെക്നിക്കലി ഒരു കാര്യം, ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതോടൊപ്പം തന്നെ എന്നിൽ ഇല്ലാത്തതിനെ ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എന്നിലുള്ളതിനെ കുറിച്ച് ഞാൻ ബോധ്യമാകുകയും അതിൽ ഉത്തരവാദിത്തം നമുക്ക് കിട്ടുന്ന താലന്തുകൾക്ക് വലിയ ഉത്തരവാദിത്തമാണ്. ഞാൻ എനിക്ക് വേണമെങ്കിൽ വളരെ മോശമായ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ട്രെൻഡുകൾ അതായിരിക്കും ഏറ്റവും ആവശ്യമെങ്കിൽ അത്തരത്തിലൊക്കെ എനിക്ക് സിനിമയിൽ കൂടെ സഞ്ചരിക്കാം. പക്ഷെ നമ്മൾ പറയുന്നത് ലോകം മുഴുവൻ ആണെന്ന് അറിയുന്ന ഒരു വലിയൊരു മെസ്സേജാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം സമ്പാദിക്കുക. അതായത് അറിവുകൾ നമുക്കറിയാം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ മൊബൈലിന് ഇങ്ങനെ എപ്പോഴും നമ്മൾ മൊബൈലിൽ നോക്കുന്നത്? കാരണം പുതിയ പുതിയ ഇൻഫർമേഷൻസ് ആണ്. ആ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നു. അത് ഗൂഗിളിൽ കൂടെ ആകാം, വാട്സാപ്പിൽ കൂടെ ആകാം, ഇൻസ്റ്റയിൽ കൂടെ ആകാം. അപ്പൊ നമ്മുടെ അറിവുകളെ നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഒരു ജിജ്ഞാസ എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ചിന്തയുടെ വലിയ തത്വമാണ്. പക്ഷെ ആ അറിവുകൾ എന്ന് പറയുന്നത് സമൂഹത്തിനും നമുക്കും ഒക്കെ ഉന്നമനത്തിനായിട്ടുള്ളതായിരിക്കും. എന്നുവെച്ചാൽ ഇൻഫർമേഷൻസ് വളരെ മോശമായ തരത്തിലുണ്ടാവും. നിങ്ങളുടെ അറിവുകളെ ഞാൻ ചോദിച്ചില്ല, പക്ഷെ എത്ര പേർക്ക് അറിയാം നമ്മൾ എന്തിനാ ഈ എങ്ങനെ ശ്വാസം അകത്തേക്ക് വിടുകയും പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്ന പ്രോസസ് ഓക്സിഡേഷൻ എങ്ങനെയാണ് അറിയാൻ പറ്റുന്ന എത്ര പേരുണ്ടാകും? അറിയാം എന്തിനാ ഓക്സിജൻ അകത്തേക്ക് എടുത്ത് വലിക്കുന്നത്? ഞാൻ പറഞ്ഞു യുവജനസംഖ്യ ഇതൊക്കെ പഠിപ്പിക്കണം. അല്ലാതെ സിഗരറ്റ് വലിക്കരുതെന്നോ മദ്യപിക്കരുതെന്നോ വെറുതെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എന്തിനാണ് ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നതിന്റെ കാരണം? ആ ഇന്റേണൽ പ്രോസസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ ഇവിടെ ഒരു അടുത്ത സമയങ്ങൾക്കുള്ളിൽ ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു സത്യം പറഞ്ഞു തരാം. കാരണം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസിലൂടെ ആയിരിക്കണം പുതിയ തലമുറയെ യുവജനസംഖ്യ പോലുള്ള പ്രസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ നയിക്കുമ്പോഴാണ് ഇവിടെ കുട്ടികൾക്ക് അതിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള മുഖ്യമായ കാരണങ്ങൾ. കാരണം ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും? ഞാൻ സ്കൂളിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ടാകും. ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഞാൻ പറഞ്ഞ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. എന്താണ് ആടുകൾ, എന്താണ് വാതില്? ആടുകൾക്ക് വീടുണ്ടോ? വാതിലൊക്കെ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ജോർദാനിലും അൾജീരിയയിലും ഒക്കെ ആയിട്ടാണ് എൻ്റെ കഴിഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത്. പ്രത്യേകിച്ച് ആടുകളെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ അറിയാറുണ്ട്. അപ്പോൾ പഴയ ദിനങ്ങളിലുമൊക്കെ നമ്മളൊരു മനുഷ്യന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആടുകളും ഒട്ടകങ്ങളും എത്രയുണ്ടോ അതാണ് അവരുടെ വലിയൊരു സമ്പത്തായിട്ട് കരുതുന്നത്. അപ്പൊ അന്ന് ഈ ആടുകളെയൊക്കെ മരുഭൂമിയിലൊക്കെ വലിയ ഗുഹകളുണ്ട്, പാറക്കെട്ടുകളുണ്ട്. പാറയുടെ ഉള്ളിലൊക്കെ ആയിട്ടാണ് വലിയ മഴയും തണുപ്പും ഒക്കെ വരുമ്പോൾ ഇതിനെ കൊണ്ടുവന്ന് അടച്ചു വെക്കും. അപ്പൊ അടച്ചു വെക്കാനൊരു വാതിലിന് ഒരു ഹോളുണ്ടാവും, പക്ഷെ അതിനുള്ളിലൊരു അടപ്പുണ്ടാവില്ല. അപ്പം ഇതിന്റെ മുന്നിൽ
ക്രോസായിട്ട് കിടക്കും. അപ്പോൾ അതൊരു വാതിൽ പോലെ, കാരണം അകത്തു നിന്നൊരാൾ പുറത്തേക്ക് വന്നാൽ ഈ ഇടയനറിയും, പുറത്തു നിന്ന് ചെന്നായി അകത്തേക്ക് വന്നാൽ ഈ ഇടയനറിയും. ഇത് ഞാൻ പഠിച്ചത് ഗോപിദാസ് പട്ടിക്കാടച്ചന്റെ വാതിൽ എന്ന് പറയുന്ന പുസ്തകം വായിച്ചത്. അപ്പം വചനത്തിനെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്ത് കുട്ടികളുടെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തങ്ങളിലൂടെയാണ്. അപ്പം ഇതൊന്നും ഇല്ലാതാകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ഇത്തരം കൂട്ടായ്മകളിൽ നിന്ന് കുട്ടികൾ അകന്നു പോകുന്നത്. കാരണം അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻസ്, അറിവുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു കുറവുകൊണ്ടുകൂടെയാണ്. നാലാമത് വിവേകമുള്ളവരായിരിക്കുക. നമുക്ക് എങ്ങനെയാണ് വിവേകം എന്ന് പറയുന്നത് അറിവ്, ബുദ്ധിയാണോ? അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു IAS അല്ലെങ്കിൽ IPS അല്ലെങ്കിൽ അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ കിട്ടുന്നതാണോ വിവേകം? പൈതൽ ജ്ഞാനത്തിൽ വളർന്നു എന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ജ്ഞാനം? ജ്ഞാനവും അറിവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പലപ്പോഴും വിവേകമില്ലാതെ പെരുമാറുന്ന കണ്ടിട്ടുണ്ടോ? അത് ഞാൻ എനിക്ക് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ വിവേകം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം? ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മുതിർന്ന വരുമ്പോൾ വിവേകമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മറ്റുള്ളവരെ കരുതി മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ഏറ്റവും നല്ലത് പ്രകാശിപ്പിക്കാൻ തരത്തിലേക്ക് അറിവുള്ളവരായിരിക്കുക. നമ്മുടെ അറിവ് മറ്റുള്ളവരെ കൂടെ കരുതുന്ന തരത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരാൾ വിവേകമുള്ളവരായിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തീരുമാനങ്ങളൊക്കെ വിവേകമുള്ളതായിരിക്കുന്നത്. അപ്പം അച്ഛൻ ഇന്ന് പ്രസംഗിച്ചതിൽ കൂടെയാണ് ഞാൻ സംസാരിച്ചതിൽ പോലും നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങളെ ഓർത്ത് വെക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഞാനൊരു പ്രാസംഗികനല്ല. എൻ്റെ ഒരു ചുമതല പള്ളി കഴിഞ്ഞാൽ ഇവിടേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഇടവകയിലെ എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ചോദിക്കുമ്പോൾ ഞാനത് ഒഴിയുന്നു എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ നാളത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഈ യുവജനസംഘത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രഭയുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണാലിറ്റിയിലൊക്കെ ഒരു പ്രഭയുണ്ടാകുന്ന തരത്തിലേക്ക് നിങ്ങൾ വളരുകയാണെങ്കിൽ ഈ ആരാധനാലയത്തിന്റെ പ്രാർത്ഥനകളും എല്ലാ കുർബാനകളും ഉപസാരങ്ങളും ഒക്കെ അർത്ഥമുള്ളതായി മാറും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലബ് ആക്ടിവിറ്റി ആയി മാത്രം ചുരുങ്ങുന്ന തരത്തിലേക്ക് പോകും. അങ്ങനെ വളരെയധികം സൗന്ദര്യമുള്ള മനസ്സുമായിട്ട് നിങ്ങൾക്ക് വളരാനുള്ള എല്ലാ അവസരങ്ങളും ഈ സത്യത്തിലൂടെ ഉണ്ടാകട്ടെ. എനിക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരുപാട് നന്മകൾ കുട്ടിപ്പുഴ സത്യത്തിലൂടെ നാളെ ഉണ്ടാവട്ടെ എന്നുള്ള എല്ലാ ആശംസയോടുകൂടി ഈ പുതിയ വർഷത്തിന്റെ പ്രവർത്തനം നടത്തിയതായി അറിയിക്കുന്നു. Thank you.